ഗ്രാഫൈറ്റ് പെൻസിൽ യൂസ് ചെയ്ത് നല്ലൊരു എയിം കാര്യങ്ങളായതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക ഈ ഒരു പെൻസിലോട്ട് മാറുക. അത്ര എക്സ്പീരിയൻസ്ഡ് ആണല്ല, എന്നാലും ഞാൻ യൂസ് ചെയ്ത് വെച്ച് പറയുകയാണെങ്കിൽ ഇത് കുറച്ച് പണിയാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും എന്തുകൊണ്ടാണ് ഈ ഒരു പെൻസിൽ യൂസ് ചെയ്തതെന്ന് പറയാനുള്ള കാരണം എന്നുള്ളത് ഞാൻ ഇന്ന് കാണിച്ചു കേട്ടോ. ഇത് നമ്മുടെ ക്യാമലിൻ്റെ ചാർക്കോൾ പെൻസിലാണ്. 3 പീസാണ് ഇതിൽ വരുന്നത്. ഒരു ഹാർഡ്, ഒരു മീഡിയം, ഒരു സോഫ്റ്റ് എന്നുണ്ട്. പിന്നെ ഇതിൽ സോഫ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. കാരണം സോഫ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡാർക്ക് ആയിട്ടുള്ള ഏരിയയും അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണെങ്കിലും നമുക്ക് ഏകദേശം സെയിം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ പ്രഷറും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഷെയ്ഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ സോഫ്റ്റിൻ്റെ പൗഡറാണ് ഞാൻ കൂടുതലായിട്ടും ബ്ലെൻഡിങ്ങിനൊക്കെ യൂസ് ചെയ്യാറ്, ബ്രഷൊക്കെ ഉപയോഗിച്ചിട്ട്. കാരണം ഇത് ഷാർപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പൗഡർ എടുത്തിട്ടാണ് ഞാൻ കൂടുതലും ഫേസിൻ്റെ ഏരിയകളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാറ്. അതുപോലെ ഇതിൽ ഈ കാണുന്ന ഈ റെഡില്ലേ, ഈ റെഡാണ് ഹാർഡ് എന്ന് പറയുന്നത്. ഇത് ഭയങ്കര ഹാർഡായിരിക്കും. അതുപോലെ ഈ യെല്ലോ കാണുന്നില്ലേ, ഇതാണ് മീഡിയം എന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ ഫേസിൻ്റെ ഏരിയ കാര്യങ്ങൾ. ഏറ്റവും കൂടുതൽ ഡാർക്ക് സ്ഥലങ്ങളിൽ ഞാൻ യൂസ് ചെയ്യുന്ന പൗഡർ പെൻസിലാണ് ഈ ഒരു സോഫ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയ്ഡ് ചെയ്തിട്ട് ഇത് സ്പ്രെഡ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമുക്കിത് എല്ലാ പെൻസിലും വെച്ചൊന്ന് വരച്ച് നോക്കാം. ജസ്റ്റ് ഷെയ്ഡ് ചെയ്താണ് നോക്കുന്നത്, അതിൻ്റെ കളർ മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഹാർഡ് ഫസ്റ്റ് വരച്ചു, അതിൻ്റെ ഇത് മീഡിയം വെച്ച് വരച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ സോഫ്റ്റ്, ഈ സോഫ്റ്റ് വെച്ചാൽ നല്ല പൗഡർ പോലെയാണ് ഉണ്ടാവുക കേട്ടോ. വരച്ച് കഴിയുമ്പോൾ അതിന് പൗഡർ പോലെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ 3 കളർ ഡിഫറൻസ് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നു. പിന്നെ വെച്ചാൽ നമ്മൾ ഗ്രാഫൈറ്റ് പെൻസിൽ പോലെ അല്ല ഇത്. കാരണം ഗ്രാഫൈറ്റിലാണെങ്കിൽ നമുക്ക് B2 മുതൽ അങ്ങനെ പോയി ജസ്റ്റ് B10 വരെ നമുക്ക് കളറുകൾ ഉണ്ട്. പക്ഷെ ഇതിൽ വെച്ചാൽ ആകെ 3 ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ബിഗിനേഴ്സ് യൂസ് ചെയ്തത് എന്നുള്ള കാര്യം ഞാൻ ഫസ്റ്റ് പറഞ്ഞു വെച്ചാൽ ജസ്റ്റ് കാണിച്ചു തരാം. ഞാനിപ്പോൾ അവിടെ 3 വര വരച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ചാർക്കോൾ പെൻസിൽ വെച്ചിട്ടാണ്. ഇപ്പോൾ ഞാൻ വരയ്ക്കുന്ന ഈ 3 വര എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് പെൻസിലാണ്. ഓക്കെ, അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാണ്, ഇത് ജസ്റ്റ് ഇറേസ് ചെയ്യാണ്. അപ്പോൾ ഇറേസർ എടുത്ത് ഞാൻ നല്ലോണം അമർത്തി മായ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് മായ്ച്ചതിന് ശേഷം നമ്മുടെ ഗ്രാഫൈറ്റിൻ്റെ പെൻസിലിൻ്റെ വരച്ചതും കൂടെ മായ്ക്കാനുണ്ടോ. അപ്പോൾ നമ്മളൊരു ബിഗിനറാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചാർക്കോൾ വെച്ച് വരച്ച് കാര്യങ്ങൾ ചെയ്തു വിചാരിച്ചു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇറേസ് ചെയ്തിട്ട് മാറ്റി വരയ്ക്കാനോ കാര്യങ്ങളോ പറ്റില്ല. അതൊരിക്കലും കംപ്ലീറ്റ് ആയിട്ട് ഇറേസ് ആയി പോവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അത് നല്ലോണം എക്സ്പീരിയൻസ് ആയതിനു ശേഷം എന്ത് ചെയ്യുക, മാത്രം മാറ്റുക. അപ്പോൾ നിങ്ങൾ ഇനി തീരുമാനിക്കുക, ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഈ ഒരു ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രാഫൈറ്റ് പെൻസിൽ യൂസ് ചെയ്ത് നല്ലൊരു എയിം കാര്യങ്ങളായതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക, ഈ ഒരു പെൻസിലോട്ട് മാറുന്ന സമയത്ത് തന്നെ ഒറ്റയടിക്ക് ഇത് നിർത്തിയിട്ട് അങ്ങോട്ട് മാറരുത്. കാരണം നമ്മൾ വർക്ക് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഇത് തന്നെ യൂസ് ചെയ്യുക തൽക്കാലം. അതിനുശേഷം നമ്മൾ പതുക്കെ പുതിയ വർക്കൊക്കെ ജസ്റ്റ് ഒന്ന് വരച്ചൊന്ന് പഠിച്ചു നോക്കുക. അതിനുശേഷം മാത്രം ഇതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറുക. അത്ര എക്സ്പീരിയൻസ്ഡ് ആളല്ല, എന്നാലും ഞാൻ യൂസ് ചെയ്ത് വെച്ച് പറയുകയാണെങ്കിൽ ഇത് കുറച്ച് പണിയാണ്.